ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്വസ്റ്റ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 4 പൈത്തൺ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി നമ്മൾ 5ാമത്തെ പൈത്തൺ ഓപ്പറേറ്ററിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്, വിച്ച് ഈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ബൂളിയൻ വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ബൂളിയൻ വാല്യൂസ് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എയ്തർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തരം രീതിയിലായിരിക്കും നമുക്കൊരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അണ്ടറിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഓപ്പറേറ്റേഴ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി 3 ഓപ്പറേറ്റേഴ്സാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഈ ആൻഡ്, ഓർ, നോട്ട് ഇവയെല്ലാം സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം സ്പെസിഫൈ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ആൻഡ് ഓപ്പറേഷൻ. ആൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേസിൽ നമുക്കിവിടെ 2 ഓപ്പറൻറ്റുകളായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ 2 ഓപ്പറൻറ്റുകളും ട്രൂ ആണെങ്കിൽ നമ്മുടെ ആൻഡ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ ആയിരിക്കും. അതായത് 2 ഓപ്പറൻറ്റിൽ നമ്മുടെ കണ്ടീഷനും ട്രൂ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നോക്കിയ താഴെ നമുക്ക് വേരിയബിൾസ് ആയിട്ട് എ, ബി, സി, ഡി എന്ന് പറഞ്ഞ് 4 വേരിയബിൾസ് ഉണ്ട്. അതിലോട്ട് നമ്മൾ മൾട്ടിപ്പിൾ അസൈൻമെൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ ഈ 4 വേരിയബിളിലോട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, എയുടെ വാല്യൂ 10 ആയിരിക്കും, ബിയുടെ വാല്യൂ 5 ആയിരിക്കും, സിയുടെ വാല്യൂ 2 ആയിരിക്കും, ഡിയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആൻഡ് കണ്ടീഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പ്രിൻറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഫസ്റ്റ് ഓപ്പറൻറ്റ് കൊടുത്തു. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്പറേറ്റർ കൊടുത്തു. എന്താണ്? സി ഗ്രേറ്റർ ദാൻ ഡി ആണ്. ഈ 2 ഓപ്പറൻറ്റിനും നടുവിൽ നമ്മൾ എന്ത് കൊടുത്തു? ഓപ്പറേറ്ററായിട്ട് ആൻഡ് ഓപ്പറേറ്ററും കൊടുത്തു. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയേ. ഫസ്റ്റത്തെ ഓപ്പറേറ്റർ അതായത് എ ഗ്രേറ്റർ ദാൻ ബി, അത് ട്രൂ ആണോ ഫോൾസ് ആണോ? എയുടെ വാല്യൂ നമുക്കറിയാം 10 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണ്, കാരണം 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്പറൻറ്റ് ട്രൂ ആയി. ഇനി രണ്ടാമത്തെ ഓപ്പറൻറ്റ് നോക്കാം, സി ഗ്രേറ്റർ ദാൻ ഡി. സിയുടെ വാല്യൂ എന്താണ്? 2 ആണ്, ഡിയുടെ വാല്യൂ 1 ആണ്. അപ്പോഴും നമ്മുടെ കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്, കാരണം 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്പറൻറ്റ് 1ഉം ഓപ്പറൻറ്റ് 2ഉം ട്രൂ ആയ സ്ഥിതിക്ക് നമ്മുടെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? 2 ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ നോക്കിയേ, നമുക്ക് ആൻസർ ട്രൂ ആണ് കിട്ടി, കാരണം 2 ഓപ്പറൻറ്റും ട്രൂ ആണ്. രണ്ടാമത്തെ ലോജിക്കൽ ഓപ്പറേറ്ററാണ് ഓർ. ഓറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ആൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ തന്നെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പം നോക്കിയേ, എക്സാമ്പിളിൽ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ഓർ ഡി ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, നമുക്കറിയാം 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. ഓർ കണ്ടീഷൻ കൊടുത്തു, നമ്മൾ എന്തും കൂടി കൊടുത്തു? ഡി ഗ്രേറ്റർ ദാൻ സി. ഡിയുടെ വാല്യൂ എന്താണ്? 1 ആണ്, ആൻഡ് സിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ തെറ്റാണ്, ഫോൾസ് ആയി, കാരണം 1 ഗ്രേറ്റർ ദാൻ 2 അല്ല. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. പക്ഷെ ഓറിൻ്റെ കേസിൽ അത് കുഴപ്പമില്ല, കാരണം ഓപ്പറൻറ്റ് 1 എന്ന് പറയുന്നത് ട്രൂ ആയി, ഓപ്പറൻറ്റ് 2 ആണ് ഫോൾസ് ആയത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ട്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ നോക്കിയേ, വിച്ച് ഈസ് നോട്ട് ഓപ്പറേറ്റർ. ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. ഇവിടെ നമുക്ക് ആകെ ഒരു ഓപ്പറാൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതായത് നേരത്തെ 2 കേസിൽ നമുക്ക് 2 ഓപ്പറാൻഡുകൾ ഉണ്ടെങ്കിൽ നോട്ടിൻ്റെ കേസിൽ നമുക്ക് ആകെ ഒരു ഓപ്പറാൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. നോക്കിയേ, നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ എന്താണ്? 10 ഗ്രേറ്റർ ദാൻ 5 ആണ്. പക്ഷെ നമ്മൾ ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തത്? നോട്ടാണ്. അപ്പോൾ നോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ റിസൾട്ട് എന്താണോ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ ആണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ പുറത്ത് എന്ത് യൂസ് ചെയ്തു? നോട്ട് ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ട്രൂ ആവേണ്ടിയിരുന്ന നമ്മുടെ ആ റിസൾട്ടിൻ്റെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടി? ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. ഇൻ ഷോർട്ട്, ആൻഡ് എന്ന് പറയുമ്പം 2 ഓപ്പറൻറ്റും ട്രൂ ആയിരിക്കണം, എങ്കിൽ ഫൈനൽ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആയാൽ മതി, എങ്കിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആയിക്കോളും. നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓപ്പറൻറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് ഓപ്പറേറ്റർ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള
റിസൾട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ഓപ്പറേറ്ററാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഓപ്പറേറ്റേഴ്സിലൊക്കെ പറഞ്ഞ പോലെ വാല്യൂസിനല്ല ഇമ്പോർട്ടൻസ്, പകരം മെമ്മറി ലൊക്കേഷനാണ് ഇവിടെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സിൽ ഇവർ ചെക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുന്ന വേരിയബിൾസ് സെയിം മെമ്മറി ലൊക്കേഷനിലാണോ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ട്രൂ ആയിരിക്കും ഔട്ട്പുട്ട് തരുന്നുണ്ടാവുക, അതർവൈസ് അത് നമുക്ക് ഫോൾസ് ആയിരിക്കും ഔട്ട്പുട്ട് തരിക. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 2 ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. ഒന്ന് ഈസും 2 ഈസ് നോട്ടും. ഈസ് എന്ന് പറയുമ്പോൾ സിംപ്ലി, അതായത് നമ്മൾ നോക്കുന്ന 2 വേരിയബിൾസ് സെയിം മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ സെയിം ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൂ റിട്ടേൺ ആയിട്ട് തരും. അതല്ല അവർ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഫോൾസ് ആയിരിക്കും വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈസ് നോട്ട് വരുന്നത്. അതായത് നമ്മൾ നോക്കുന്ന വേരിയബിൾസ് സെയിം ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോൾസ് ഔട്ട്പുട്ടായിട്ട് തരും. അതല്ല അവർ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രൂ ആയിരിക്കും റിട്ടേൺ തരും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിൽ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്, എ ബി സി. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ട്. എന് വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 10 ആണ്, സിയുടെ വാല്യൂ 5 ആണ്. നമ്മൾ ചെക്ക് ചെയ്യുകയാണ് എ ഈസ് ബി, അതായത് എയും ബിയും സെയിം ഒബ്ജക്റ്റ് ആണോ എന്നുള്ളത്. ഇവിടെ നോക്കുന്ന സമയത്ത് എയുടെയും ബിയുടെ വാല്യൂ സെയിം ആണ്, ബട്ട് നമ്മൾ അതല്ല നോക്കുന്നത്, അത് ഒബ്ജക്റ്റ് സെയിം ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്, എയുടെയും ബിയുടെയും ഒബ്ജക്റ്റ് സെയിം ആണ്. സോ നമുക്ക് അതുകൊണ്ട് എന്ത് കിട്ടി, ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുവാണ് എയുടെയും സിയുടെയും ഒബ്ജക്റ്റ് സെയിം ആണോ എന്നുള്ളത്. അപ്പോൾ അറിയാം അതെന്താണ്, ഒബ്ജക്റ്റ് സെയിം അല്ല. സോ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടി, ഫോൾസ് കിട്ടി. ഇനി നമ്മൾ ഈസ് നോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുവാണ് എയുടെയും ബിയുടെയും ഒബ്ജക്റ്റ് സെയിം അല്ലല്ലോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം എയുടെയും ബിയുടെയും ഒബ്ജക്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടി, നേരെ ഓപ്പോസിറ്റായിട്ട് ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈത്തൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ ടേബിൾ സ്ട്രക്ചറിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് കൂടെ തന്നെ എന്തും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, ഓരോന്നിനെയും എക്സാമ്പിൾസും കൊടുക്കാൻ ശ്രദ്ധിക്കണം.